കേറിയ പണിയിട്ടാണ്. അതാ ഈ സ്ക്രൂ ലൂസായി പോയി. എന്താ ചെയ്യാ, ടൂൾസ് ഒന്നുമില്ല. ചാടിപ്പോയാ പോട്ടെന്നൊക്കെ ഉണ്ട്. ഹലോ ബഡീസ്, വെൽക്കം ടു പുതിയ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സംസൂര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം ബജാജ് പൾസർ ns200. ബജാജ് പൾസർ ns200 എന്ന ഈ മോഡല് പഴയ മോഡലിൽ നിന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണോ പുതിയത് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ABS ബ്രേക്കിംഗ് സിസ്റ്റം, ഫ്യൂവൽ ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതിയ മോഡലിൽ കേട്ടോ. ഈ മോഡലിന്റെ ഹെഡ് ലാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ മോഡലിന്റെ അതേപോലെ തന്നെ, അതായത് ഹാലജൻ ബൾബാണ് ഇപ്പോഴും ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. LED ലാമ്പിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹാലജൻ ലൈറ്റ് തന്നെയാണ് നമ്മളെ ഇൻഡിക്കേറ്റേഴ്സിലും കൊടുത്തിട്ടുള്ളത്. പഴയ NSന്റെ അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹെഡ് ലാമ്പിന്റെ മുകളിൽ ചെറിയ സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട് കേട്ടോ, മുകളിലും താഴെയൊക്കെ ആയിട്ട്. അത് കമ്പനി വരുന്നതല്ല, ഈ പയ്യൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ വർക്ക് ചെയ്തതാണ്. അതായത് ചെറുതായിട്ട് സ്റ്റിക്കർ വർക്ക് മോഡിഫിക്കേഷൻ ചെയ്തതാണ്. പിന്നെ വന്നിട്ട് ഡിആറില് ഹാലജൻ ലൈറ്റ് തന്നെ കേട്ടോ കമ്പനി കൊടുത്തിട്ട്. ഇവൻ ചെറുതായിട്ടൊന്ന് LED ആക്കിയിട്ടുണ്ട്. LED ആണെങ്കിലോ കോൺട്രാസ്റ്റ് കളറും ബ്ലൂവും വൈറ്റും. വൈറ്റ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് കളറായില്ലേ. വാഹനത്തിന് വരുന്ന കമ്പനി വൈസറിന്റെ മുകളിൽ ഒരു സ്കൂട്ടി വൈസർ ഇവൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമ്പനി വരുന്ന വൈസർ താഴെ ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടില്ല. എന്നാലും കമ്പനിക്കാർ ചെയ്യുന്നതിന്റെ മുകളിൽ ഒരു അൾട്രേഷൻ വർക്ക്, അത് ഇപ്പത്തെ പിള്ളേർക്കുള്ളല്ലേ, വിട്ടേക്കിന്ന്. അങ്ങനെ പോയിട്ടും വന്നിട്ടും വാഹനത്തിന് താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയറിലുള്ള റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. മഡ്ഗാർഡിന്റെ മുകളിൽ ഒരു കാർബൺ ഫൈബറിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മഡ്ഗാർഡ് പഴയ വണ്ടിന്റെ അതേ മഡ്ഗാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ABS ബ്രേക്കിംഗ് സിസ്റ്റത്തോട് കൂടിയ 300 mm ഡിസ്ക് പ്ലേറ്റും ബൈബ്രാൻഡ് കാലിപ്പറുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അലോയ് വീൽസ് ആണ്. ടയർ സൈസ് വന്നിട്ട് 100/80/17 ആട്ടോ വന്നിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു റേഡിയേറ്റർ ആണ് കേട്ടോ. വാഹനത്തിന്റെ എഞ്ചിൻ ലിക്വിഡ് കൂൾഡ് സിസ്റ്റം ആയതുകൊണ്ടേ. ഇതാണ്ട് ഇവിടെയാണ് കൂളന്റ് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. കൂളന്റിന്റെ ലെവൽ ഡിസ്പ്ലേ ഇവിടെ തന്നെ ആട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ വലിയൊരു ടാങ്കാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പൾസർ എന്നുള്ള 3D ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് കേട്ടോ. വാഹനത്തിന്റെ ടാങ്കിന്റെ മുകളിൽ ചെറുതായിട്ട് സ്റ്റിക്കർ വർക്കോട് കൂടി 200 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതവൻ പറിച്ചിട്ടുണ്ട്. ചെക്കന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടുണ്ട്, ആ പോട്ടേന്ന്. പിന്നെ വന്നിട്ട് വാഹനത്തിന്റെ ഷാസിന്റെ മുകളിലും ബാക്ക് വീലിലും ഫ്രണ്ട് വീലിലും വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക മറക്കരുത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി തരുന്ന ക്രാഷ് ഗാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും സംഗതി അടിപൊളിയാ. പിന്നെ വന്നിട്ട് ചെറിയ എഞ്ചിൻ കവള് കൊടുത്തിട്ടുണ്ട്. ഫുഡ് പെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ റബ്ബർ ഗ്രിപ്പോട് കൂടിയ മെറ്റലാട്ടോ വന്നിട്ടുള്ളത്. പെഡല് ഫുള്ളി മെറ്റലാണ്. പിന്നെ വന്നിട്ട് ബാക്കിലെ ഫുഡ് പെക്സ് അത് അലുമിനിയം ആണ് കേട്ടോ. അടിപൊളി. അങ്ങനെ ഈ വാഹനത്തിന്റെ റിയറിൽ വരുന്നത് മോണോ സസ്പെൻഷൻ ആണ്. പിന്നെ വന്നിട്ട് വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ക്യാനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വാഹനത്തിന്റെ സൈലൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് സൈലൻസർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി എക്സോസ്റ്റ് ആട്ടോ, അടിപൊളി. അങ്ങനെ പോയിട്ടും വന്നിട്ടും വാഹനത്തിന്റെ റിയർ ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 230 mm ഡിസ്ക് പ്ലേറ്റും ബൈബ്രാൻഡ് കാലിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് വീൽസ് തന്നെയാണ്. പിന്നെ ടയർ വന്നിട്ട് 130/70/17 ടയർ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ് കേട്ടോ. ടയറിന്റെ തൊട്ട് മുകളിലായിട്ടൊരു മഡ്ഗാർഡ് കൊടുത്തിട്ടുണ്ട്. മഡ്ഗാർഡിന്റെ മുകളിലാണെങ്കിൽ ഒരു കാർബൺ ഫൈബർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ മഡ്ഗാർഡ് കൊടുത്തിട്ടുള്ളത് നമ്മളെ മോണോ സസ്പെൻഷനെ സംരക്ഷിക്കാൻ എന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ടയർ ഹഗ്ഗർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടയർ ഹഗ്ഗർ ആയതുകൊണ്ട് തന്നെ ചളി തെറിക്കണ പേടി വേണ്ടേ വേണ്ട, അടിപൊളി. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഗാബ്രിയൽസ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വർക്കൊക്കെ അടിപൊളിയായി. ഏതോ മൃഗത്തിന്റെ കൊമ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിട്ട് വലിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് വാഹനത്തിന്റെ സേഫ്റ്റിന്റെ കാര്യം ഞാൻ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തതിന് ശേഷം പറയാം, അതല്ല അതിന്റെ ഒരു ശരി. പിന്നെ വന്നിട്ട് ഈ ഗാബ്രിയൽസിനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കും കേട്ടോ. പിന്നെ വന്നിട്ട് ടെയിൽ ടേഡി പിന്നെ നമ്പർ പ്ലേറ്റിന്റെ സ്പേസ്, അത് കഴിഞ്ഞിട്ട് ഇതാ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED, ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വാഹനങ്ങളും LED ആയി തുടങ്ങി കേട്ടോ. ഇപ്പോഴും ബജാജ് ഇവിടെ കിടന്ന് കറങ്ങാം.
എന്തായാലും ഈ വാഹനത്തിൽ വരുന്നത് LED ടൈലൈറ്റ് ആണ്. എന്നാൽ ഇതിന്റെ ഓണർ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ഒന്ന് മോഡേൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മോഡേൺ ആവുകയാണോ ചെയ്തത് അതോ അലങ്കോലപ്പെടുകയാണോ ചെയ്തതെന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ വന്നിട്ട് വാഹനത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആയിട്ട് നമ്മൾ കാണാം. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണ് ഈ വണ്ടിയിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത്. ഇത് ശരിക്കും ഒരു ബാർ ഹാൻഡിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, ഡ്യൂക്കിനെ കൊടുത്ത പോലെ. പിന്നെ പക്ഷേ കംഫർട്ടും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ അല്ല ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സെൻട്രലിൽ വരുന്ന ടാക്കോമീറ്ററും അതുപോലെ തന്നെ ചെറിയ ഡിജിറ്റൽ മീറ്ററും ഒക്കെ കൂടി വരുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയിട്ടൊക്കെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മീറ്റർ കൺസോളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ മീറ്റർ കൺസോളിൽ വന്നിട്ടുള്ളത് ഒന്ന് ടാക്കോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, ടൈം, സ്പീഡോമീറ്റർ, ഓഡോ, പിന്നെ വന്നിട്ട് ബജാജിന്റെ ഒരു ലൈറ്റ് ഫുൾ ടൈം കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നിട്ട് മീറ്റർ കൺസോളിന്റെ ഈ വശത്തായിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ കാണാം, RPM എന്ന് എഴുതിയിട്ടുള്ളത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ RPM കട്ട് ഓഫ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഹമ്മിങ് ലൈറ്റ് എന്ന് വിളിക്കാം, ഡെഡ് എൻഡ് ലൈറ്റ് എന്ന് വിളിക്കാം, എന്തും വിളിക്കാം നിങ്ങൾക്ക്. RPM കട്ടാവുന്ന സമയത്ത് കത്തുന്ന ലൈറ്റ് അത്ര തന്നെ ഉള്ളൂ. ഈ വാഹനത്തിന്റെ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു റബ്ബർ കവറിങ്ങും കൊടുത്തിട്ടുണ്ട്, അത് അടിപൊളിയായി. പിന്നെ സ്വിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള അടിപൊളി സ്വിച്ചുകളാണ് കേട്ടോ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ് വന്നിട്ടുള്ളത്, സെൽഫ് സ്വിച്ച്. ഇവിടെ നമ്മളെ ലൈറ്റിന്റെ ഇതൊന്നും വരുന്നില്ല കാരണം bs6 ആയതുകൊണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, പിന്നെ ഹോണിന്റെ സ്വിച്ച് സെറ്റ്. അങ്ങനെ സ്റ്റാൻഡ് തട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി ഒരു സീറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പ്ലിറ്റ് സീറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടോട് കൂടി ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വരേസ്, ഈ വാഹനത്തെക്കുറിച്ചുള്ള സകലമായ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്നാലും ഇതൊരു ഓണർ റിവ്യൂ ആയതുകൊണ്ട് ഓണറോട് നമുക്ക് ചോദിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ സീനുകൾ എന്നൊക്കെ. ഇവൻ എന്തൊക്കെ ഈ വാഹനത്തിന്റെ മുകളിൽ കാട്ടി കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ഈ വാഹനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഓണറോട് ചോദിക്കാം. അപ്പോൾ മച്ചാനെ, എന്താ ഈ വാഹനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞ. ആദ്യം എൻഫീൽഡിനോടായിരുന്നു താല്പര്യം, പക്ഷേങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി അതുവിനോടായി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രായമുള്ള ആൾക്കാർ കുറച്ച് ഏജ് ആകുമ്പോൾ നോക്കേണ്ട ഒരു ആ ഒരു ടൈമിൽ നോക്കേണ്ട വണ്ടിയാണ് എൻഫീൽഡ്. പക്ഷേങ്കിൽ ഇത് 200cc ഉള്ളെങ്കിലും ആള് പൊളിയാണ്, ഒരു രക്ഷയില്ല. അല്ല, നിങ്ങൾ സ്പീഡിനെ ഇഷ്ടപ്പെടുന്ന ആളാണോ? നല്ല സ്പീഡിൽ പോലുണ്ടോ വണ്ടി? ഓവർ സ്പീഡ് പോലെയല്ല, കാരണം വീട്ടുകാർ നമുക്ക് വണ്ടിയുടെ നിൽക്കല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ സ്പീഡ് പോകാന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ സ്പീഡായിട്ട് വലിയൊരു ബന്ധമില്ലല്ലോ നിങ്ങൾക്ക്? വലിയൊരു ബന്ധമൊന്നുമില്ല. അതാണ് ചെറുപ്പക്കാർക്ക് വേണ്ടത്, അതാണ്. വീട്ടുകാർ ആലോചിക്കണം. വീട്ടുകാരെ ആലോചിക്കാതെ ജെറ്റ് ഇട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഉത്തരവാട്ടോ. വാഹനം എടുത്തിട്ട് എത്ര വർഷമായി? ഇപ്പോൾ വാഹനം എടുത്തിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം. 1.5 വർഷമായി. ആ, എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ ടോട്ടൽ 16,000 കിലോമീറ്റർ ഓടി. അപ്പൊ നിങ്ങളൊരു റൈഡറാണ്. 1.5 വർഷം കൊണ്ട് 16,000 കിലോമീറ്റർ അല്ലേ? അത് അത്യാവശ്യം നല്ല റണ്ണിങ് ആണല്ലോ. ട്രിപ്പൊക്കെ പോയാ? ട്രിപ്പ് അത്യാവശ്യം പോലുണ്ട്. വശത്തുനിന്ന് പറയുമ്പോൾ സർവീസ് അത്ര വലിയ ഉഷാർ സർവീസ് അല്ല ഇവിടെ പൊതുവെ. കാരണം ഞാനിപ്പോൾ 5,000 കിലോമീറ്റർ ഓടിയപ്പോൾ വണ്ടിന്റെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളും പോയി. ഈ ഒരു 16,000 കിലോമീറ്റർ ഓടിയിട്ടും പിന്നെ ഇപ്പോൾ ഈ ഡിസ്കിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് സ്ക്രാച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഞാൻ 4 പ്രാവശ്യം കാണിച്ചു, സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണിച്ചു. പക്ഷേ ഒരു കഴിക്കുക കൊടുക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യണില്ല. എന്താ അറിയില്ല, എപ്പോഴും കംപ്ലൈന്റിലാണ്. ചെറിയൊരു സ്ക്രാച്ച് ആയി കാണുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല, വേറെ എല്ലാം കൊണ്ട് വണ്ടി ഓക്കെയാണ്. 200cc ആണ്, അതിനനുസരിച്ചുള്ള ഓട്ടവും കാര്യങ്ങളും ഓടുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ബജാജിന്റെ ഷോറൂമിന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് നല്ലൊരു വേണ്ടത്ര ഒരു ഇത് കിട്ടുന്നില്ല എന്നാ പറയുന്നത്. ഓക്കെ, ഏത് വാഹനമാണെങ്കിലും വാഹനം റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിന്റെ, അതായത് സർവീസ് സെന്ററിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും, അതായത് അവിടുന്ന് പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയോ? ഓരോ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും പക്ഷേ ഒരു ഡീലിങ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര കമ്പനിയാണ്. അത്യാവശ്യം നല്ല കമ്പനിയായിട്ട് ഒരു പെരുമാറും. പിന്നെ വണ്ടി എടുത്തതിന് ശേഷം സർവീസിന് വരുമ്പോൾ ഒരു സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നുമില്ല. അതെല്ലാവരും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വാഹനം എത്ര സർവീസ് കഴിഞ്ഞു? ടോട്ടൽ ഇപ്പോൾ 3 സർവീസ് കഴിഞ്ഞു. 3 സർവീസ്? കമ്പനി സർവീസ് 3 കഴിഞ്ഞു. 4ാമത് ഞാനൊന്ന് ചെയ്തു, പുറത്തുനിന്ന് ചെയ്തു. ഓക്കെ, അതെന്തുകൊണ്ടാ സർവീസ് സെന്ററിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചെയ്യണമെന്ന് പറഞ്ഞാല് സോയിലുമായിട്ട് കാര്യങ്ങൾ, പിന്നെ ഓലെടുത്ത് കൊടുക്കാനല്ല നമുക്ക് നമ്മളെ സംഭവം. സർവീസ് എത്ര കിലോമീറ്റർ ചെയ്തേ? 500-700 ആ ലെവലിൽ ചെയ്തു. ഓക്കെ, എത്ര കോസ്റ്റ് എന്ന് പറഞ്ഞേ? കോസ്റ്റ് ഒന്ന് 1,300 ആ ലെവൽ. സെക്കൻഡ് സർവീസ്
എത്ര കിലോമീറ്ററിലാണ് കിട്ടിയത്? അത് 4000-4500 ചെയ്തു. കറക്റ്റ് സർവീസ് അല്ലേ? അത് കറക്റ്റ് ടൈമിൽ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടിയെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ തേർഡ് സർവീസ് 9500 10,000 ആ ലെവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അതും ഇതിലൊക്കെ ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ചെക്ക് ചെയ്യൂട്ടോ, എന്തെങ്കിലും മേജർ ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അതായത് ഇപ്പൊ 16,000 കിലോമീറ്റർ ഇപ്പൊ വണ്ടി ഓടിയിട്ടുണ്ട് അല്ലേ? ഈ 16,000 കിലോമീറ്റർ ആയപ്പോഴേക്കും വണ്ടിന് മേജർ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മാറ്റിയോ? അതായത് ടയർ രണ്ട് ടയറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എത്ര? 16,000 ചേഞ്ച് ചെയ്തു. 16,000 ഫ്രണ്ടിലത്തെ ചെയ്തു, 12,000 ബാക്കത്തെ ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ വന്നിട്ട് വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ചെയിൻ സോക്കറ്റ് മാറ്റിയിട്ടില്ല. സോക്കറ്റ് ഇപ്പൊ ചെറിയൊരു അടി ഉണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഒരു 17 മാറ്റേണ്ടി വരും. 16 ആയി. ഓക്കെ. കേബിള് അങ്ങനെ കാര്യങ്ങളൊന്നും. ഡിസ്ക് പേഡ് മാറ്റിയില്ല? ഡിസ്കിന് പേഡ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമാണോ, അതോ വണ്ടി വാങ്ങിയ ശേഷം ഇത് ഭയങ്കര മോശമായി ബോറായി അവസ്ഥയാണ്, ഭയങ്കരമായിട്ട് എക്സ്പെൻസ് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഇപ്പൊ വന്നോ? ഇല്ലല്ല, കാരണം ചിലർക്ക് വൈറ്റ് വീല് താല്പര്യമില്ല. ഈ BS6 മോഡൽ എന്ന് പറയുമ്പോൾ വൈറ്റ് വീലാണല്ലോ ഇപ്പൊ പൊതുവെ ഇറങ്ങണത്. അങ്ങനല്ല, പക്ഷേ ഇതിന് പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വൈറ്റ് വീലായാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോ ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ വീല് ബ്ലാക്ക് കളർ വരികയാണ്. ഈ കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ ബ്ലാക്ക് കളർ കണ്ട് ആകെ ലോക്കായി കിടക്കാണ്. ഈ നമ്മള് പുറത്തുനിന്ന് ബ്ലാക്ക് കളർ അടിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടത്തെ വീല് എന്ന് പറയുമ്പോൾ വലിയൊരു ഓയിൽ വരുന്ന സംഗതി ഉള്ളതല്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബാക്കത്തെ വീലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഈ വൈറ്റ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ചളി എറിക്കുക, അതേപോലെ ഈ ഓയിൽ എറിക്കുക, അങ്ങനത്തെ ഇഷ്യൂസേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇന്നലെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ആരും പറയും ഈ വീല് കണ്ട ഇന്നലെ ഉച്ചക്ക് കഴിക്കുക എന്നുള്ളത്. അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അത് സെറ്റായി. ഈ വാഹനത്തിൽ കുറെ മാറ്റം വരുത്തിയ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെ നിങ്ങൾ മാറ്റം വരുത്തിയേ? മാറ്റം വരുത്തിയെന്ന് കമ്പനി ഇറങ്ങണത് എങ്ങനെയല്ല. ഇവിടെ ഈ ഒരു ബോഡിമേ 200 എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഉണ്ട്, 200. പിന്നെ അത് ഞാൻ ഒഴിവാക്കി. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു വൈറ്റ് സ്റ്റിക്കർ വരുന്നുണ്ട്, അതും ഞാൻ ഒഴിവാക്കി. വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ബാക്കത്തെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വന്നിട്ടേ നിങ്ങളിപ്പോ 16,000 കിലോമീറ്റർ ഈ വാഹനമായിട്ട് ഓടി. നിങ്ങൾക്ക് എന്താ തോന്നി? റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ എന്താ തോന്നിയാണ്? കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഒരു നമ്മൾ RC KTM ഇരിക്കണ പോലെ ഒന്ന് കുനിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ടഫായിട്ടിരിക്കണ കാര്യങ്ങളൊന്നും ഇല്ല. സ്ട്രൈറ്റ് ആയിട്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് പോവാം. സീറ്റും കാര്യങ്ങളൊക്കെ കംഫർട്ടാണ്, കയ്യിലൊന്നും കുഴപ്പമില്ല. എല്ലാം കൊണ്ട് ഉഷാറാണ് റൈഡിങ്. NS പൊതുവെ പറയുന്ന ഒരു സംഭവമാണ് വാഹനത്തിന്റെ ബ്രേക്കിംഗ് കുറച്ച് കുറവാണ്. അതായത് വാഹനത്തിന്റെ പെർഫോമൻസിന് അനുസരിച്ചുള്ള ബ്രേക്കിംഗ് വാഹനം തരുന്നുണ്ടോ? എനിക്ക് അങ്ങനത്തെ തോന്നിയിട്ടൊന്നുമില്ല. ബ്രേക്കിംഗ് ഉഷാറാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ബജാജ് പൾസർ ns200 എന്ന ഈ വാഹനത്തിൽ തുടിക്കുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC 4 വാൾവ് ലിക്വിഡ് കൂൾഡ് ട്രിപ്പിൾ സ്പാർക്ക് bs6 FI DTSI എഞ്ചിനാണ്. 199.5 cc വരുന്ന ഈ വാഹനത്തിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 9750 RPM 24.5 PS മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 8000 RPM 18.5 Nm ആണ്. 805 mm സീറ്റ് ഹൈറ്റ് വരുന്ന ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 168 mm ആണ്. 2017 mm ലെങ്ത് വരുന്ന ഈ വാഹനത്തിന് 804 mm വിഡ്ത്തും 1075 mm ഹൈറ്റുമുണ്ട്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഈ വാഹനത്തിന്റെ മൈലേജ് എന്ന് പറഞ്ഞാല് 35-45 ഇടയിലാണ്. ഇതിപ്പോ ചെയിന് കംപ്ലൈന്റ് ആയിട്ടല്ലേ? ചെയിന് കംപ്ലൈന്റ് ആയിട്ട് ഈ വലിയ വലിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയിൻ നല്ലതാണെങ്കിൽ എങ്ങനെ വലിക്കും? ഫുള്ള് ക്യാഷാട്ടോ. മയിലിനെ കണ്ടുണ്ടോ? യെസ്. അങ്ങനെയൊക്കെ വന്നിട്ട് വാഹനം നമുക്ക് കുറച്ചൊന്ന് ഓഫ് റോഡൊക്കെ നിറക്കി എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാലോ. എന്നാ വരി നമുക്ക് നോക്കാം. വാഹനത്തിന്റെ ഹാൻഡിലിന്റെ പ്രത്യേകത ഉണ്ടോ, സസ്പെൻഷന്റെ പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ ഒതുക്കത്തിന്റെ പ്രത്യേകത ഉണ്ടോ, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. വാഹനം ഓഫ് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ.
പഴയ ns200 എന്ന മോഡൽ ഓടിച്ചുകൊണ്ട് ഈ പുതിയ ns200 മോഡൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫീലായിട്ട് കിട്ടുക. ഞാൻ പഴയ വാഹനം ഓടിച്ചിട്ടുണ്ട്, പുതിയ വാഹനം ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ട് ഓഫ് റോഡിലും അതുപോലെ തന്നെ ഓൺ റോഡിന്റെ കാര്യം പറഞ്ഞില്ല, ആ ഓഫ് റോഡിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടിയത് പുതിയ ns തന്നെയാണ് കേട്ടോ. അടിപൊളി ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഓഫ് റോഡിൽ അടിപൊളി പെർഫോമൻസ് ആവും, ഒന്നും പറയില്ല. ബ്രേക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ബാക്ക് ABS അല്ല, ഫ്രണ്ട് മാത്രം, അതായത് സിംഗിൾ ചാനൽ ABS മാത്രമുള്ള ഈ വാഹനത്തിന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫ് റോഡിൽ നല്ല രീതിയിൽ ബ്രേക്കിംഗ് കാഴ്ച വെക്കുന്നുണ്ട്. പക്ഷേ അധികം കുതിര കളിച്ചിട്ടുണ്ടെങ്കിൽ പണി വാളും, സ്കിഡായി എവിടെയെങ്കിലും വീഴേണ്ടി വരും. സത്യം പറഞ്ഞാൽ 2 വീലർ വാഹനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സർക്കസ് ആണ്. അതിന്റെ ഇടയിൽ ഓവർലോഡ് കയറ്റി എങ്ങനെ ഇവര് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. സമ്മതിക്കണം എന്തായാലും വരെ. ധൈര്യത്തിൽ വരെ ബാക്കിൽ കയറുന്ന ആൾക്കാരെയും സമ്മതിക്കണം അല്ലേ? അത് വിട്, നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ വന്നിട്ട് ഓൺ റോഡിൽ വാഹനം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഏകദേശം 200 സെഗ്മെന്റിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള വാഹനം വളരെ വളരെ കുറവാണ്. ഇത്രയും പെർഫോമൻസ് മാത്രമല്ല കേട്ടോ, ബ്രേക്കിങ്ങിലും അടിപൊളി തന്നെയാണ് വാഹനം. കേവ് ചെയ്ത് ഓടിക്കാനൊക്കെ നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ റോഡ് തുറന്ന് കിടക്കുക. ഓപ്പൺ റോഡ് കിട്ടിയ വാഹനം പടവടയ്ക്കും, ജെറ്റ് ഇട്ട പോലൊരു പോക്ക. പിന്നെ വാഹനം ശരിക്കും ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ ഈ വാഹനത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പിന്നെ വാഹനത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ തടി നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിന് വാഹനം? അതൊരു ഇരുമ്പല്ലേ, ഇരുമ്പിന് ജീവൻ വെച്ചല്ലേ. അപ്പോൾ നമ്മളെ കാര്യം നമ്മൾ നോക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വാഹനത്തിന്റെ മാക്സിമം പവർ എടുക്കും എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സ്പീഡിൽ മാത്രമേ ഞാൻ വാഹനം ഓടിക്കാറുള്ളൂ. പിന്നെ ഈ ഒരു പോക്ക്, ആ ഒരു പോക്കട് പോവും, അത്ര തന്നെ. ns200 എന്ന ഈ മോഡലിനെ കോളനി വണ്ടി എന്ന് വിളിച്ച ആളുകളോട് ഒരു കാര്യം പറയട്ടെ. ഈ വാഹനം എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിലായിരിക്കും. അത് ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യത്തിലായാലും, പ്രൈസിന്റെ കാര്യത്തിലായാലും, പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും, ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ കൊണ്ടുനടക്കുന്ന വാഹനത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് മുകളിലായിരിക്കും. അതാണ് ഈ വാഹനത്തിന്റെ പവർ, അതന്നെയാണ് ആ ഫയറും. അങ്ങനെ പോയിട്ടും വന്നിട്ടും വാഹനങ്ങൾ, എനിക്ക് ഒരുപാട് വാഹനങ്ങൾ ഇഷ്ടമാണ്. ആ വാഹനങ്ങളിൽ ഒന്ന് ns200 തന്നെയാണ് ബഡീസ്. അങ്ങനെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. അപ്പോൾ ബഡീസ്, ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു. ഇനി ബാക്കിലിരുന്ന് എന്താ ഇതിന്റെ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ കയറി ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇഷ്ടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കുഴപ്പമില്ലാതായിട്ടുണ്ട്. എന്നാ പോ. വാഹനത്തിന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ലോങ് റൈഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നിർത്തി പോവാലോ. എന്തായാലും വാഹനത്തിന്റെ പിറകു വശത്ത് മുതിർന്ന ആളുകളെ കയറ്റുക എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം. എന്നാലും ചില ആളുകൾ റിസ്ക് എടുത്തുകൊണ്ട് മുതിർന്ന ആളുകളെ കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും യൂത്തന്മാർക്ക് അത്യാവശ്യം പെർഫോമൻസോട് കൂടി ആളുകളെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് പറക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ns200 എന്ന മോഡൽ കേട്ടോ. സംഗതി കളറാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, കിടുക്കാച്ചാണ്, മുത്താണ്. അല്ല പഠിച്ചോനെ കത്തോളി, ഇപ്പൊ തന്നെ അച്ചാറായേനെ. അങ്ങനെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കാണ്. പക്ഷെ നമ്മുടെ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയുടെ ഇറ്റ്സ് മീ സാംസൂര്യ സൈനിങ് ഓഫ്. ഇത്ര നേരമായിട്ട് ഈ വാഹനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടില്ലല്ലോ, കേൾപ്പിച്ചു തരാം. അടിപൊളി സൗണ്ടിൽ